കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകി. നാസ്ഡാക്ക് 0.3%, S&P 0.20% ഇടിഞ്ഞപ്പോൾ ഡാക്സ് 0.35%, CSE 0.2%, ഫഡ്സ് 1%-ലേറെയും ഇടിഞ്ഞു. ഏഷ്യൻ മാർക്കറ്റിലും സെല്ലിംഗ് പ്രഷർ ഇപ്പോൾ പ്രകടമാണ്. ജപ്പാന്റെ ഇൻഡെക്സായ നിക്കി 1.82%, കൊറിയൻ ഇൻഡെക്സ് 1%-അടുത്തും ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് C&DLM. C&DLMത്തിൻ്റെ പ്രൊമോട്ടറായ സിയൻറ്റ് ഈ കമ്പനിയുടെ 14.5% സ്റ്റേക്കുകൾ, അതായത് 1.15 കോടി ഇക്വിറ്റി ഷെയറുകൾ ബ്ലോക്ക് ഡീൽ വഴി സെൽ ചെയ്തേക്കും. 748 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഡിസ്കൗണ്ട് റേറ്റിലാണ് സെല്ലിംഗ് നടക്കുന്നത്. ഏകദേശം 860 കോടി രൂപയ്ക്ക് തത്തുല്യമായ സ്റ്റേക്കുകളാണ് C&DLMത്തിൽ നിന്നും സിയൻറ്റ് ഓഫ്ലോഡ് ചെയ്യുന്നത്. ഇതുവഴി C&DLMത്തിലുള്ള സിയൻറ്റിൻ്റെ ഷെയർ ഹോൾഡിംഗ് അല്ലെങ്കിൽ പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് 66.66%-ൽ നിന്നും 52.16%-ലേക്ക് കുറഞ്ഞേക്കും. PNB ഹൗസിംഗ് ഫിനാൻസിൻ്റെ പ്രമുഖ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കമ്പനിയായ ജനറൽ അറ്റ്ലാന്റിക് സിംഗപ്പൂർ ഫണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് PNB ഹൗസിംഗ് ഫിനാൻസിൻ്റെ 5.1% ഇക്വിറ്റി ഷെയറുകൾ 775 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തേക്കും. ടോട്ടൽ 1032 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ജനറൽ അറ്റ്ലാന്റിക് സിംഗപ്പൂർ ഫണ്ട് 3 പ്രൈവറ്റ് ലിമിറ്റഡ് നടത്തുന്നത്. ജനസ് പവർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്മാർട്ട് മീറ്റർ മാനുഫാക്ചറിംഗ് കമ്പനിയെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ജനസ് പവർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്ക് അഡ്വാൻസ് മീറ്ററിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് പ്രൊവൈഡേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി 3608 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ അഡ്വാൻസ്ഡ് മീറ്ററിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, സ്മാർട്ട് മീറ്റർ സപ്ലൈ ചെയ്യുക, സ്മാർട്ട് പ്രീപെയ്ഡ് മീറ്റർ, സിസ്റ്റം മീറ്റർ എന്നിവ സപ്ലൈ ചെയ്യുന്നതിനും കൂടിയുള്ള ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജനസ് പവർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. ടാറ്റ കെമിക്കൽസിന് ഉയർന്ന ESG റേറ്റ് ലഭിച്ചിട്ടുണ്ട്. എൻവയോൺമെൻറ്റ്, സോഷ്യൽ ആൻഡ് ഗവർണൻസ് സ്കോർ 69.4 ഉയർന്നിട്ടുണ്ട്. ഇത് ടാറ്റ കെമിക്കൽസിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഓല എന്ന കമ്പനിയുടെ ഓട്ടോമൊബൈൽ പ്രൊഡക്റ്റായ ഓല സ്കൂട്ടർ S1 3 kWh, S1 4 kWh തുടങ്ങിയ ഓല സ്കൂട്ടറുകൾക്ക് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് സ്കീമിൻ്റെ ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോമൊബൈൽ കമ്പോണൻറ്റ് ഇൻഡസ്ട്രി വഴി PLI സ്കീം എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ഇത് ഓല ഇലക്ട്രിക് മൊബിലിറ്റിയെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. എക്സൈഡ് ഇൻഡസ്ട്രീസിൻ്റെ സബ്സിഡറി കമ്പനിയായ എക്സൈഡ് എനർജി സൊല്യൂഷൻസിൽ റൈറ്റ് ബേസിസ് വഴി 75 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഇതുവരെ എക്സൈഡ് എനർജി സൊല്യൂഷൻസിൽ എക്സൈഡ് ഇൻഡസ്ട്രീസ് 2652 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. BGR എനർജി സിസ്റ്റവും ജാർഖണ്ഡ് ഊർജ്ജ സഞ്ചാർ നിഗം ലിമിറ്റഡും തമ്മിലുണ്ടായിരുന്ന 132-333 കിലോവാട്ട് ശേഷിയുള്ള 133 kV ലൈൻസിൻ്റെ സപ്ലൈ, ഇൻസ്റ്റാളേഷൻ, ടെസ്റ്റിംഗ്, കമ്മീഷനിങ് പ്രോജക്റ്റ് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് BGR എനർജി സിസ്റ്റത്തിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. പെട്രോനെറ്റ് LNG എന്ന കമ്പനി ശ്രീലങ്കൻ കമ്പനിയായ LTL എന്ന കമ്പനിയുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. LNG സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് പെട്രോനെറ്റ് LNG LTL എന്ന ശ്രീലങ്കൻ കമ്പനിയുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. സിക്കിമിലുണ്ടായ ലാൻഡ് സ്ലൈഡിനെ തുടർന്ന് NHPCയുടെ 510 മെഗാവാട്ട് ശേഷിയുള്ള ടീസ്റ്റ V പവർ സ്റ്റേഷൻ്റെ പ്രവർത്തനം നിർത്തലാക്കിയിട്ടുണ്ട്. ഇത് NHPCയെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ജൂൺ മാസത്തെ ടെലികോം സബ്സ്ക്രിപ്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നു. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ജിയോ ജൂൺ മാസത്തിൽ 19.11 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്തു. ഇത് മെയ് മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറവാണ്. മെയ് മാസത്തിൽ 21.95 ലക്ഷം സബ്സ്ക്രൈബേഴ്സായിരുന്നു റിലയൻസ് ജിയോയ്ക്ക് ലഭിച്ചിരുന്നത്. വയർലെസ് സബ്സ്ക്രൈബർ സെഗ്മെൻറ്റിൽ റിലയൻസ് ജിയോയ്ക്ക് 40% മാർക്കറ്റ് ഷെയറാണുള്ളത്. ഭാരതി എയർടെൽ ജൂൺ മാസത്തിൽ 12.52 ലക്ഷം പുതിയ സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഭാരതി എയർടെലിൻ്റെ മാർക്കറ്റ് ഷെയർ 33.23%. അതേസമയം വോഡാഫോൺ ഐഡിയ ജൂൺ മാസത്തിൽ 8.60 ലക്ഷം വോഡാഫോൺ ഐഡിയയ്ക്ക് ജൂൺ മാസത്തിൽ 8.60 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് നഷ്ടമായിട്ടുണ്ട്. വോഡാഫോൺ ഐഡിയയുടെ വയർലെസ് സെഗ്മെൻറ്റിലെ മാർക്കറ്റ് ഷെയർ 18.56%. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.